കെട്ടിക്കൊണ്ട് ഈ വേലി ചാടി പോകുന്നത് എനിക്ക് കാണണം. നമ്മളോട് എന്റെ മൂങ്ങ സോമനോട് അവന്റെ കളി. സോമാടാ വിട്, ആ കേസ് വിട്. എന്ത് കേസ്? എനിക്ക് ദണ്ഡമുണ്ടത്. എനിക്ക് ഞാനല്ലേ ഇവിടെ ഇരിക്കണം. ഞാൻ ഉള്ളിടത്തോളം കാലം ആര് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ തീർത്തിരിക്കും. അവനെ തീർക്കും. അവനല്ലേ ഈ സാധനം ഞാൻ തീർത്തിരിക്കും. എന്റെ കൂടെ സംരക്ഷണത്തിന് വന്നാ കേട്ടോ. ഒരുമാതിരി വർത്താനം പറയില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്കാനുള്ള കേസുള്ളൂ. പിന്നെ പിടിച്ചു വരുത്തിയത് ചുമ്മാ ഒരു ധൈര്യത്തിൽ നിർത്തിയതാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ സോമ സത്യത്തിൽ പ്രശ്നം എന്താ? അത് പറ. പ്രശ്നം വലുതാ. ആർക്കും സഹിക്കാൻ പറ്റാത്ത വിഷയമാണോ ഇത്? എന്നാ പറയണ്ട. അല്ല പറയേണ്ടത്, ഞാന് അവനും കൂടെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയി. മറ്റവൻ ഇപ്പൊ കല്യാണം കഴിച്ചവനുമായിട്ട് പെണ്ണ് കാണാൻ വേണ്ടി ചെന്നാ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ സാദൃശ്യം ഞാൻ പെണ്ണ് കാണാൻ ചെല്ലുമ്പം നീ എന്താ പറയുന്നത്, ഇതായിരിക്കുന്ന ചെറുക്കൻ ഇതായിരിക്കുന്ന പറയത്തില്ലേ? ഇവൻ മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടില്ല. ഇവനവിടെ മിച്ചറും നിന്നോ, ഇതുപോലെ മിച്ചറും വാത്സലും ഒക്കെ തിന്നോണ്ട് അവിടെ ഇരുന്നു ചായ കുടിച്ചോണ്ട്. എന്നിട്ട് ആ പെണ്ണിനെ ഇവൻ കെട്ടി. ആണല്ലേ? ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴേ ഇവൻ കെട്ടി. അപ്പൊ അവനെ പോകാനായിട്ട് ഈ ഒരു വഴിയല്ലേ? അവന്റെ വീട് അവിടെ, അവൻ ഈ വഴിയുള്ളൂ. അവനെ ഞാൻ വരുത്താൻ എന്നോട് അവന്റെ കളി. അല്ല നിങ്ങൾ പേടിക്കണ്ട. എന്താ കേസെന്ന് അറിയാമോ? ഞാൻ ഈ ഏരിയയിൽ വന്നെന്നറിഞ്ഞാൽ തന്നെ ഒരുമാതിരിപ്പെട്ട ഒരു ഓടിക്കളയും. നിന്നാ മതി, ധൈര്യത്തിൽ നിന്നാ മതി. എനിക്ക് പ്രശ്നമില്ല. എവിടുന്നാ അവിടെ വന്നത്? എവിടുന്നാ വന്നത്? കാണണം. ഒരു 10-16 പേര് ഇങ്ങോട്ട് വരുന്നുണ്ടേ. ഞാൻ ജസ്റ്റ് ഒന്ന് മാറി നിന്നേക്കാം. അപ്പൊ എന്നെ തിരക്കി വന്നതായിരിക്കും. എടാ അവനാ പെണ്ണും കെട്ടി അവൻ വരുവാന്ന്. അവനാ വരുന്നത്. കല്യാണം കൊണ്ടുകൊണ്ട് വരുവാ. നീ പോകല്ലേ, ഇവിടെ ഇരിക്കും. ഞാനുണ്ട് ഇവിടെ. ഞാനുണ്ട്. വരട്ടെ. എന്തൊരു അടിപൊളി കല്യാണമായിരുന്നറിയാവോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനൊന്നും അല്ല പ്രതീക്ഷിച്ചത്. നിന്നെ അവിടെ ജംഗ്ഷനിൽ കൊണ്ടിറക്കിയിട്ട് JCB-ക്കകത്ത് രണ്ടുപേരെ കൂടെ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അത് പോട്ടെ, അടുത്തതിനായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അല്ല, വേറെ എന്തെങ്കിലും പരിപാടി കാണുമല്ലോ. അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സുഹൃത്തുക്കളൊക്കെയാണ്, എല്ലാരും ആത്മാർത്ഥയോടെ നിൽക്കും. എനിക്ക് ഈ നാട്ടിൽ അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട്. എല്ലാവരുടെ കണ്ണിലുണ്ണിയ. ഉണ്ണി, ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഈ പെണ്ണിനെ കുടിയിരുത്താൻ വരുന്ന സമയം എപ്പോഴാണ്? കുടിയിരുത്തപ്പോ 3 മണിക്ക് കയറ്റണം. നമ്മൾ കുടിക്കാൻ ഇരിക്കുന്ന സമയം എപ്പോഴാണ്? 8 മണിക്ക് പോരെ. കുടിക്കുന്ന കാര്യം പെണ്ണിക്കും ചെറിയ ശീലങ്ങളൊക്കെ ഉണ്ട്. അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ ഇറങ്ങി പറഞ്ഞു. നമ്മുടെ ആൾക്കാരെല്ലാം ചോറുണ്ട് കേട്ടോ. ആര് ചോറിനായിരിക്കും? സദ്യക്കാനല്ലേ? കിട്ടില്ല സദ്യയാണ്. സദ്യ വേലി കെട്ടിച്ച് ഞാനാ കെട്ടിയത്. എന്താ കുഴപ്പം? വളഞ്ഞു മാറി. എന്താ കുഴപ്പം? നീ എന്ത് കാണിക്കുന്നത്? വേലി കെട്ടിയ എന്താ കാണിക്കാൻ? നീ കാണിച്ച മര്യാദ കേടിന് ചതിക്ക് പകരം ചോദിച്ചാടാ. ഞാൻ പെണ്ണ് കെട്ടിയപ്പോ നീ വേലി കെട്ടിയ? നീ പെണ്ണ് കെട്ടിയപ്പോ എനിക്ക് വേലിയെങ്കിലും കെട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ കെട്ടി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം കാണിക്കാൻ. എനിക്ക് വീട്ടിൽ പോകാനുള്ള 3 മണിക്ക് പെണ്ണെ കുടിയിരുത്താനുള്ളത്. സുഹൃത്തെ, നീ വീട്ടിൽ പോകണ്ട. നീ അതില് വേറെ വഴിയുണ്ടോ? അതിലേ പോയാൽ മതി, ഇതിലേ പോകണ്ട. എന്ത് ചതിയാ നീ കാണിച്ചത്? നീ അതെ കൂട്ടുകാർ. ഞാൻ സുഹൃത്തെ, ഈ നാട്ടിലൊരു ഗുണ്ടയാണെന്ന് ആലോചിക്കണം. 2 കിലോമീറ്റർ അപ്പുറം ഞാൻ തിരക്കണം എന്നെ കുറിച്ച് അറിയണമെങ്കിൽ. എനിക്കിപ്പോ നിന്നെ കുറിച്ച് തിരക്കാനോ അറിയാനുള്ള സമയമൊന്നുമില്ല. എനിക്കിപ്പോ വേലി മര്യാദ ഞാൻ പറയട്ടെ, ഇവന് പെണ്ണ് കാണാൻ വേണ്ടി ഇവന്റെ കൂട്ടത്തിൽ കൂട്ടുപോയവനാണ് നീ. അതെ. എന്നിട്ട് നീ ആ പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ? തെറ്റല്ലേ അത്? ഞാൻ ചോദിക്കട്ടെ, ഇവനുമായിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോയി എന്ന രീതിയിൽ പെണ്ണിന് എന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ചോദിച്ചു നോക്കും. ഞാൻ വല്ല പറഞ്ഞിട്ടാണ് നിനക്ക് ആരെയും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടു. പെണ്ണിനൊരു ജീവിതം കൊടുത്തു. അതെന്താ തെറ്റ്? എടാ അതല്ല, പെണ്ണ് കാണാൻ കൂട്ടുകാരനായിട്ട് പോകുമ്പോ ആരാ ചെറുക്കൻ ചോദിക്കുമ്പോ സാമാന്യ മര്യാദക്ക് ചൂണ്ടിക്കാണിക്കണ്ടേ? ഈ ഇരിക്കുന്നവനാണ് കാണിക്കട്ടെ. ഞാൻ ലഡു തിന്നോണ്ടിരുന്നതാ. ഇവനെ തലയാട്ടി, ഞാനാന്ന് പറഞ്ഞ് തലയാട്ടി. എനിക്കുണ്ടോളോ പ്രാധാന്യം? ഇട്ടാട്ടാതെ എന്റെ സോമ, ഇട്ടാട്ടാതെ. നീ ഇതിനെ പോകത്തില്ല. ഈ വഴി അല്ലാതെ വേറൊരു വഴി ഇല്ലേ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ? നമ്മളെ വഴി ഇതല്ല യഥാർത്ഥത്തിൽ. നമ്മളെ വഴി ആ കനാലിൽ എടുത്തുകൂടാ. പക്ഷെ കനാലിൽ വെള്ളം കയറി കിടക്കുകയാണ്. അതോ അപ്പൊ അതിലേക്ക് പോകാൻ പറ്റില്ല. കനാലിന്റെ പണി കിടക്കുന്നത്, വെള്ളം കയറി കിടക്കുന്നത്. അഥവാ പോകണമെങ്കിൽ നമ്മൾ ഏകദേശം ഇത്രയും പൊക്കി പിടിച്ച് പോയെങ്കിലേ പറ്റൂ. അതിലേക്കൂടെ കൊണ്ടുപോവാം, ഇതിലേക്കൂടെ കൊണ്ടുപോകാന്ന്. അപ്പൊ നീ കുടിയിരുത്തൽ കാണാനുള്ള ഉദ്ദേശം അല്ല നിനക്ക്? അല്ലടാ, 3:30 നമുക്ക് കയറണ്ട. ഞാൻ പറഞ്ഞത് അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാമല്ലോ. ഞാൻ കെട്ടിയ പെണ്ണിനെ കൊണ്ട് നേരെ വഴി കൂടെ പോണത്, വളഞ്ഞ വഴി കൂടെ പോണത്. അത് മാത്രമല്ല, ആ വെള്ളത്തിൽ കൂടെ ഇത്രയും പൊക്കി പിടിച്ചോണ്ട് എന്റെ പെണ്ണിനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകൂടാ? വെള്ളത്തിനടിയിലോ ഇത് ആര് കാണുന്നടാ? കക്കവാറം കുറെ ടീം അവിടെ കിടപ്പുണ്ട്. നീ എന്ത് പറയണത്? അതൊന്നും പറ്റത്തില്ല. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് അത്രയ്ക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ നീ ഒന്ന് സംസാരിക്കും. സംഭാവന കണ്ട് മൂത്ത കാര്യങ്ങളൊക്കെ ശരിയാ. അവന് 3:30 ആകുമ്പോ കയറണം. ചുമക്കണ്ട, 3:30 ആകുമ്പോ കയറണം. അണ്ണ ഒന്നെങ്കിൽ ഇത് പൊളിച്ച് മാറ്റ്, അല്ലെങ്കിൽ കയ്യാങ്കളിയിൽ തീരത്തുള്ളൂ. നീ സംസാരിക്കാൻ മാറിക്കാം, നീ പണി നോക്കാം. എടാ, ഇത് എങ്ങനെയും പൊളിച്ച് അകത്ത് കയറാൻ പോകും, സമയം പോകുന്നു. ഇതിലെ പോകത്തില്ല. നീ ഇതൊന്ന് പിടിച്ചോ, സോമ. നീ കളിക്കരുത്. പറഞ്ഞ കേട്ടില്ല, നീ കളിക്ക. എന്റെ അമ്മ അവിടെ നിലവിളക്കം പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ചവിട്ടിയാൻ പൊളിക്കും. പൊളിക്കണം. കാലിയാൻ വിട്ടു.
പൊളിക്കടാ. കാലി ഞാൻ വെട്ടും. നീ എന്തിനാ പേടിക്കുന്ന? പെണ്ണിന്റെ മുമ്പിൽ മാനം കാക്കടാ. സമയം എന്താടാ? 3:30 പറയാടാ. 3:30 കേട്ടണല്ലേ? ഞാൻ ചവിട്ടും. ചവിട്ടിയാ വെട്ടും. വെട്ടും. ചവിട്ടിയാ വെട്ടും. അയ്യോ മുഹൂർത്തം തെറ്റിക്കണ്ടെങ്കിൽ പോ അപ്പുറം വഴി. 3:30 കഴിയുന്നു കേട്ടോ. എടാ അവിടെ കനാല് ഇത്ര 3:30 വെള്ളം കഴിഞ്ഞില്ല. എന്റെ ഭാര്യ ഇങ്ങനെ പറ്റുകൂടാത്. ഒരര പോലും കഴിഞ്ഞില്ല. ഒരര ഞാൻ പൊട്ടിച്ച് പകുതിയാക്കിയുള്ളൂ. 3:30 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നീ ബാക്കി 1 ലിറ്റർ അടിച്ചാൽ മതി. അതിനിടയിൽ കൂടെ അവൻ അങ്ങനെ എന്റെ അമ്മ ഫോണുണ്ടോ? അമ്മയൊന്ന് വിളിക്കട്ടാ. അമ്മയൊന്ന് വിളിക്കട്ടെ. വിളിക്ക്. മോനെ രാജാ, അയ്യോ അമ്മേ, അമ്മ വന്നാ. അമ്മ എവിടെ അമ്മ? അമ്മേ, നിന്റെ അമ്മനും മാമയും ചിറ്റപ്പനും എല്ലാം ഇവിടെ കാത്തിരിക്കല്ലേ? നീ ഇവിടെ കിടന്ന് കളിക്കണാ? അമ്മ പെട്ടിരിക്കുക. അമ്മ ഇത് കണ്ട വേലിയിട്ട് വെച്ചേക്കുന്നുണ്ടോ? അമ്മ ആരുടെ ഇവിടെ ഈ വേലി കിട്ടിയത്? ഞാനാ ഞാനേ. ഞാനല്ല, ഞാനാ കെട്ടിയെന്ന്. നീ ആരുടെ വെച്ചിട്ടുണ്ടോ വേലി കിട്ടിയത്? എന്റെ പുരാണത്തിൽ എനിക്ക് എന്നോട് തന്നെ ചോദിച്ചാൽ മതി കെട്ടണമെന്നുണ്ടെങ്കിൽ. സോമ, 6 അനുവാദം വേണ്ട. സോമ, ഇത് നല്ല പ്രവണതയല്ല. നീ ആരുടെ വെച്ചിട്ട് വേലി കിട്ടിയത്? തള്ള പോയെ നീ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞത്? നീ ഇപ്പൊ എന്റെ അടുത്ത് എന്തോ പറഞ്ഞത്? ഇത് വിളിക്കുന്നൊന്നുമില്ല. നീ വിളിക്ക്, അപ്പുറം വഴി പോടാ. സോമ, അപ്പുറം വഴി പോടാ. നീ പോ. മക്കളെ സോമേടാ, അരിവാൾ ഒടിഞ്ഞു പോയി. എന്നാലും ഞങ്ങൾക്ക് വിഷയമല്ല. മക്കളെ സോമേടാ, നീ ഇപ്പൊ എന്നെ എന്താ വിളിച്ചത്? തള്ളേന്നല്ലേ വിളിക്കണോടാ? നീ എന്നെ തള്ളേന്ന് വിളിക്കണം. ഇനി മുതൽ അങ്ങനെ വിളിച്ചാൽ മതി. നീ മിണ്ടരുത്. നിന്റെ പള്ള ചാടിച്ചാൻ കലക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയാലോ മക്കളെ, നിന്റെ അമ്മ പ്രസവിച്ച് നിന്നെ താണ്ട ഈ കയ്യിലാണ് ഇട്ടത്. എന്നെ ബെഡില്ലായിരുന്നു അവിടെ. ഇവനെ വിളിച്ചോണ്ടൊന്ന് പോവാമോ? നിനക്കറിയല്ലേ, നിന്നെ എന്റെ മോൻ രാജനെ ഞാൻ 2 കണ്ടിട്ടില്ല. 2000 കണ്ടിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് അതിന് മാത്രം പ്രായമില്ലേ? 2000 കണ്ടിട്ടില്ലെന്നല്ലേ, 2 കണ്ടിട്ടില്ലെന്ന്. അങ്ങനെ നിനക്കറിയല്ലേ, നാട്ടുകാർ ചോദിക്കും ശാരദമ്മയ്ക്ക് എത്ര മക്കളെന്ന് നോക്കിയപ്പോ ഞാൻ പറയും 2 മക്കളാണെന്ന്. സോമനും രാജനും. സോമരാജൻ കോട്ടയം സോമരായ. എവിടെ അടുത്തൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞ എനിക്ക് ഒന്നാമത് വേലി കെട്ടിയത് ദേഷ്യത്തിൽ ഞാൻ ഇരിക്കുകയാണ്. അമ്മ പ്രാപികളാ. മക്കളെ നിനക്കറിയാല്, പണ്ട് എന്തെങ്കിലും കുട്ടിക്കാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അമ്മ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെയാണ് പങ്കുവെച്ച് തന്നിരുന്നത്. ഒരു പുട്ട് കിട്ടിയാൽ ഞാൻ അത് 2 ആയിട്ട് കൊടുക്കുമായിരുന്നു. ഒരു പെൻസിൽ കിട്ടിയാൽ 2 ആയിട്ട് കൊടുക്കുമായിരുന്നു. ഒരു മുട്ട കിട്ടിയാൽ ഞാൻ 2 ആയിട്ട് കൊടുക്കുമായിരുന്നു. ഫൈൻ എടുത്താൽ ഞങ്ങൾ 2 ആയിട്ട് അടിക്കുമായിരുന്നു. ഇത് അറിയല. സോമ അടിച്ചു മാത്രം. സോമ ഇതടിച്ച്. നീ കണ്ടാടാ? അത് കണ്ട കതിർപെട്ടത്തിൽ വരണമാലി അടിച്ചിരിക്കുന്ന ഒരു പാവം പെങ്കൊച്ചിന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ കയറ്റി വിടത്തില്ല. മക്കളെ വിളിച്ചു മാറ്റടാ വേലി. ഇത് വിളിക്കത്തില്ല. മണ്ണ് വരിയിട്ട് പ്രാപമ്മേ. എന്റെ പൊന്നു പരമദേവത കുടികൊള്ളുന്ന മണ്ണില് വാഴുന്ന എന്റെ അമ്മയുടെ പൊളിച്ചു മാറ്റടാ വേലി. പൊളിച്ചു മാറ്റടാ വേലി. പ്രാകരുത്. തള്ളെ പ്രാകരുത്. അഴിച്ചു മാറ്റടാ. അമ്മേ, 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 എറിഞ്ഞോ? എന്തായാലും വിളിക്കത്തില്ല. അമ്മ മുട്ട കുടുംബത്തിന് ചെയ്യുന്നു അമ്മേ. ഇവൻ ഏക്കത്തിലടാ, ഇവൻ വെട്ടിൽ പിടിച്ചവനാടാ ഇവൻ. അമ്മ സമയത്താ അമ്മേ. മണി കയറാറുള്ള 3:30 ആയാണ്. എങ്ങനെ കേറണമെന്ന്? ഞാൻ കൂടപ്പുറപ്പിനെ പോലെ കണ്ടത്. അടിച്ചാൽ ചെവിക്കല് പൊട്ടിക്കും. പറഞ്ഞോടല്ലോ. നീ തല്ലടാ. നീ തല്ല്. ഞാൻ തലക്കടാ. അടിക്ക്. ഞാൻ പറഞ്ഞു അടിക്ക്. നീ അടിക്കുന്നു. അല്ല അടിക്ക്. നീ അടിക്ക്. ഞാനിവിടെ നിൽക്കുമ്പോ നീ അടിക്കുവനെ. അടിച്ചാ അടിക്കാ. നീ അടിക്കുന്ന അടിക്ക്. അടിയിടാൻ നോക്കിക്കാം. അടിക്ക്. അയ്യോ വേണം, അത് വേണം. അയ്യോ സുധാകരാ. ഓടിക്കോ. സുധാകരാ. നോക്കി നിൽക്കാൻ. അടിയടാ. അടിയടാ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി അടിച്ചോളാം. എന്റെ ചേട്ടാ, അയാൾ എത്ര നേരം കൊണ്ട് ഒരു അടിതാന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. ചേട്ടന് ഒരു അടിയെങ്കിലും കൊടുത്തൂടെ ഏട്ടാ? എടി നീ എന്നൊക്കെ വലിയ കൂതറായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറയണ്ട. എന്തായാലും നമ്മൾ ഈ വേലി ചാടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കേറുന്നുള്ളൂ. ബാ. എടി ഞാനൊരു കാര്യം പറയട്ടെ, കല്യാണം കഴിച്ചോണ്ട് വന്നൊരു പെണ്ണാണ്. അപ്പൊ നിന്നെ ഈ വേലി ചാടി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് മോശമുള്ള കാര്യമല്ലേ? അയ്യോ എന്താ ചേട്ടാ ഈ പറയുന്നത്? ഞാൻ 3-4 വേലി ചാടിയത് കൊണ്ടല്ലേ എന്റെ വീട്ടുകാർ എത്രയും പെട്ടെന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. ഇതൊരു